ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ആ ഒരു തീരുമാനം അറിയിക്കുകയാണ് അച്ഛനെ. ഇനി അച്ഛനാണ് ഷോറൂമിൻ്റെ ഓണർ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും സച്ചിയുടെ ഇതൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോഴേക്ക് വേണം, അച്ഛൻ പോയിക്കണ്ടേ, ഇനി ഇതിൽ നിന്ന് ഒരു മാറ്റവും പ്രതീക്ഷിക്കേ വേണ്ട. അങ്ങനെ രവി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. സച്ചിയേട്ടാ അടിപൊളി സച്ചിയേട്ടെന്നും പറഞ്ഞുകൊണ്ട് കൈയും കൊടുക്കുകയാണ്. സച്ചിയേട്ടൻ്റെ ഈ ഒരു തീരുമാനമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അച്ഛനാണ് ആ ഷോറൂമിൻ്റെ ഓണർ അല്ലേ. അപ്പോൾ ഇനി ബിസിനസ് ഒന്നും കൂടി പുരോഗമിക്കും, നല്ല മാറ്റം തന്നെ ഉണ്ടാകും സച്ചിയേട്ടാ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ രേവതി? പിന്നെ അല്ലാതെ സന്തോഷമായോന്ന്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാക്കിയിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഭയങ്കര അരിശത്തോടു കൂടി തന്നെ സ്റ്റെയർ കേസിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ശ്രുതി വരുന്നത്. അപ്പോൾ ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. എണ്ടി പോകരുത്, തൊട്ടു പോകരുത് തന്നെ, എൻ്റെ അടുത്ത് വരണ്ട, നിങ്ങൾ മാറിപ്പോയിക്കോ ശ്രുതി എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ ശ്രുതി ഞാൻ നിന്നോട് ക്ഷമയൊക്കെ ചോദിച്ചില്ലേ, നീ എന്നോട് ക്ഷമിക്കുക. ഇപ്പോൾ അമ്മ നിന്നോട് പിണക്കം എല്ലാം മറന്നു നിന്നോട് ക്ഷമിച്ചു. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ? ഓഹോ അത് ശരി, അമ്മ എന്നോട് ക്ഷമിച്ചു, എന്നോട് മാപ്പും പറഞ്ഞു, എല്ലാം ചെയ്തു അല്ലേ. പക്ഷേ നിങ്ങൾ എന്താ ചെയ്തത്? എന്നെ എല്ലാവരും മുന്നിൽ പിടിച്ച് കുറ്റക്കാരിയാക്കില്ലേ. ഞാൻ ഇതെല്ലാം ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ശ്രുതി? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്തത്? ആ നീലിമയുടെ കയ്യിൽ നിന്നും 50 ലക്ഷം രൂപ മേടിച്ചിട്ട് ഞാനാണോ ചിലവാക്കിയത്? അല്ലല്ലോ. നിങ്ങൾക്ക് ഞാനൊരു ഷോറൂം ഇട്ട് തരികയല്ലേ ചെയ്തത്. എന്നിട്ട് എല്ലാവരും മുന്നിൽ എന്നെ കുറ്റക്കാരിയാക്കി. അത് പിന്നെ ശ്രുതി അങ്ങനെയൊന്നുമില്ല, ശ്രുതി എങ്ങനെയൊന്നുമില്ല എന്ന് ആൻറ്റി എന്നെ അത്രയും തല്ലി, എല്ലാവരും മുന്നിൽ വെച്ച് എന്നെ കുറ്റപ്പെടുത്തി, എന്നിട്ടൊരു അക്ഷരം മിണ്ടിയോ? അത് പിന്നെ ശ്രുതി ഞാൻ മിണ്ടിയില്ലെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ഫീലിംഗ് വെച്ചുകൊണ്ടിരുന്നാൽ മതി, അതൊന്നും പുറത്ത് കാണിക്കണ്ട. ഭാര്യയിട്ട് എല്ലാവരും മുന്നിൽ കുറ്റപ്പെടുത്തുമ്പോഴും തല്ലുമ്പോഴും ഒക്കെ ഭർത്താവ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. ഇതാണ് ശ്രുതിയുടെ ഫീലിംഗ്. ശ്രുതി അമ്മ പറയുന്നത് മാത്രമേ അനുസരിക്കുള്ളൂ. അമ്മ പറയാതല്ലാതെ നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഇല്ലല്ലോ, നിങ്ങളെന്നെ വിളിച്ചു പോലുമില്ല. ഞാൻ എവിടെയെന്ന് അന്വേഷിച്ചോ, ഞാൻ ഭക്ഷണം കഴിച്ചെന്ന് അന്വേഷിച്ചോ, അതുപോലും നിങ്ങൾ ആലോചിച്ചില്ല. എന്നിട്ട് ഇപ്പം എന്നോട് കിന്നാരം പറയാൻ വേണ്ടി വരികയാണ്. നിങ്ങൾ എന്നോട് ക്ഷമ ചോദിച്ചോ എന്നൊക്കെ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ശ്രുതി അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ, നിങ്ങളൊരു തെറ്റും ചെയ്തില്ല. അതെ, എല്ലാ തെറ്റുകളും ചെയ്തത് ഞാൻ തന്നെയാണല്ലോ. അതെ, ഞാൻ തന്നെയാണ് തെറ്റ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് മിണ്ടാൻ വരണം, പോകാൻ നോക്ക് ശ്രുതി. എനിക്ക് ശ്രുതിയെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അരിശയോ വരുന്നത്. നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരത ഇതൊക്കെ ഞാൻ മറന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയായിട്ട് ഭയങ്കര ബഹളമാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചിയും രേവതിയും കൂടി ശ്രുതിയും ആയിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ രേവതിയുടെ കയ്യിൽ വലിയൊരു വടിയൊക്കെ ഉണ്ട്. വടിയൊക്കെ നമ്മുടെ സച്ചിയെ പിടിച്ച് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറ ശ്രുതി, എന്തിനാ? അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തള്ളിപ്പറയോ അല്ലേ, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമോ അല്ലേ, അമ്മ പറഞ്ഞാൽ മാത്രം എന്നെ വിളിക്കുള്ളൂ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ പിടിച്ച് ഇങ്ങനെ അടിക്കുകയാണ് രേവതി. അപ്പോൾ അയ്യോ ശ്രുതി എന്നെ തല്ലല്ലേ ശ്രുതി, അയ്യോ എന്നെ തല്ലല്ലേ ശ്രുതി, നിങ്ങൾ ഞാൻ തല്ലും, നിങ്ങൾ അമ്മ പറയുന്നത് മാത്രം അനുസരിക്കുള്ളൂ അല്ലേ. അപ്പോൾ അമ്മയേക്കാൾ എന്നെക്കാളും വലുതാണല്ലേ നിങ്ങളുടെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കുമല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര നാടകം കളി അവിടെ അരങ്ങേറുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും അയ്യോ രേവതി എന്നെ തല്ലല്ലേ, ശ്രുതി എന്നെ തല്ലല്ലേ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കരയാണ്. സച്ചിയേട്ടാ മതി സച്ചിയേട്ടാ, ഞാൻ മടുത്തു, ഈ നാടകം കളി ഇനി തീർക്കാം. സച്ചിന്നോ ക്യാരക്ടർ വിടാൻ പാടില്ല, ശ്രുതി പൗഡറേട്ടത്തി ശ്രുതിയായിട്ട് തന്നെ അങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അയ്യോ എൻ്റെ സച്ചിയേട്ടാ എനിക്കിനി വയ്യ. എന്നാലും സച്ചിയേട്ടാ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ആ ശ്രുതിയെ പിടിച്ച് തല്ലുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരുടെ ക്യാരക്ടർ അനുസരിച്ച് അവർ തല്ലാൻ സാധ്യതയുണ്ട്. കാരണം ആ പൗഡറിടത്തെ തനി പക്ക ഫ്രോഡാണ്. ഇപ്പോഴും എനിക്ക് സംശയമുണ്ട് രേവതി. അവർ എന്തൊക്കെയോ ശ്രുതിയുടെ കയ്യിൽ നിന്നും മറച്ച് വയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. അവർ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ വന്ന ഉടനെ തന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അവരുടെ മുഖത്ത് നല്ല കള്ളലക്ഷണമുണ്ട്. ശ്രുതി അറിയാൻ പാടില്ലാത്ത എന്തോ കാര്യം അവരുടെ മനസ്സിലുണ്ട്, അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. സച്ചിയേട്ടാ അത് അമ്മയുടെ മുന്നിൽ ചിലവാകോ, നീ കണ്ടോ. ഇനി ഈ ഒരു സംഭവം കഴിഞ്ഞു, ഇനി അത്ര പെട്ടെന്നൊന്നും അമ്മ പൗഡർ ഇടത്തിയെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും, അത് നീ കണ്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ അച്ഛനാണല്ലോ ഷോറൂമിൻ്റെ ഓണർ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓ സച്ചിയേട്ടാ അതും എനിക്ക് വല്ലാത്ത സന്തോഷം തന്നെയാണ്. സച്ചിയേട്ടൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലേ, ഇനി
ആ ഷോറൂമിൻ്റെ ഓണർ അച്ഛനാണെന്ന്. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സന്തോഷം കൊണ്ട് മതി മറക്കായിരുന്നു. അപ്പം നിനക്ക് സന്തോഷം തോന്നിയല്ലേ? പിന്നെ അല്ലാതെ എനിക്ക് സന്തോഷം തോന്നാതിരിക്കോ സച്ചേട്ടാ? അച്ഛൻ്റെ വേർപ്പല്ലേ അത്. ആ പൈസ അച്ഛൻ്റെ പൈസയാ. അപ്പം അതിൻ്റെ ഓണറും അച്ഛൻ തന്നെയാണ് ആവേണ്ടത്. ഏതായാലും അച്ഛൻ്റെ കയ്യിൽ തന്നെ അത് വന്ന് ചേർന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സന്തോഷത്തോടെ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും കൂടി ബെഡ്റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതി ഒരക്ഷരം പോലും ശ്രുതിയോട് മിണ്ടുന്നില്ല. ആ ഒരു പിണക്കത്തിൽ ഇങ്ങനെ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും അരഞ്ഞ് നടക്കുമ്പോൾ നേരെ ചന്ദ്ര വരുന്നു. അപ്പോൾ ചന്ദ്ര നേരെ ബെഡ്റൂമിലേക്ക് കയറുകയാണ്. കയറി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ്, എന്താണ് അമ്മേ, എന്താ ഇങ്ങോട്ട് വന്നത്? അതെ, എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട്. എന്നാലും നിങ്ങളെന്നോട് ഭയങ്കര കള്ളത്തരോ കാണിച്ചത്. നിങ്ങളെന്നോട് സത്യം പറഞ്ഞിരുന്നെങ്കിലോ, ആ നീലിമയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ കിട്ടി എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ആരും അറിയാതെ ഞാനത് നോക്കുമായിരുന്നു. പക്ഷേ ശ്രുതി, നിനക്കെങ്കിലും എന്നോട് പറയായിരുന്നു. അയ്യോ സോറി ആൻറ്റി, പറയാൻ പറ്റിയില്ല ആൻറ്റി എന്നൊക്കെ പറയാണ്. ഇപ്പം അതുകൊണ്ട് എന്ത് സംഭവിച്ചു കണ്ടില്ലേ? എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടില്ലേ? ഇപ്പതേ ആ ഷോറൂമിൻ്റെ ഓണറായിട്ട് നിൻ്റെ അച്ഛനെ വരെ സച്ചി അവിടെ നിയമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സച്ചിയോട് പോലും ഒന്നും പറയാനായിട്ട് പറ്റില്ല. രവിയേട്ടനാണെങ്കിൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും സച്ചി വിടില്ല. സച്ചി രവിയേട്ടനെ ആ ഷോറൂമിൻ്റെ ഓണറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി എല്ലാ മേൽനോട്ടങ്ങളും രവിയേട്ടൻ തന്നെയായിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതിനൊരു പ്രതിവിധി കണ്ടേ മതിയാവുള്ളൂ. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തലകുരിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഈ 50 ലക്ഷം രൂപ സച്ചിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ ഒരു കാര്യം അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കേട്ട ശ്രുതിയൊക്കെ ഞെട്ടിപ്പോവാണ്. ശ്രുതി പറയണം, അമ്മേ, അതിന് 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിലില്ലല്ലോ, പിന്നെ എങ്ങനെയാ 50 ലക്ഷം രൂപ സച്ചിയുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നത്? നമുക്കത് സാധിക്കില്ലല്ലോ. അത് നമ്മൾ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം. എടാ, പൈസ ഉണ്ടാക്കാനാണ് അടുത്ത പ്രയാസം. എങ്ങനെ അമ്മേ? അത് പിന്നെ ശ്രുതി വിചാരിച്ചാൽ നടക്കും. ശ്രുതി, നിൻ്റെ ഇളയച്ചനില്ലേ, ഇളയച്ചൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ മേടിക്കണം. ഇവിടുത്തെ സാഹചര്യങ്ങൾ സിറ്റുവേഷനൊക്കെ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ വലിയൊരു പ്രശ്നമാണ്, എല്ലാവരും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് 50 ലക്ഷം രൂപ പെട്ടെന്ന് തരണം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ അന്തം വിട്ടൊരവസ്ഥ. ആൻറ്റി, 50 ലക്ഷം രൂപയാ? നീ വിചാരിച്ച കാര്യം നടക്കും. നീ ഇളയച്ചനെ വിളിച്ച് നിൻ്റെ അച്ഛൻ്റെ പണം അഴിച്ചു തരാനായിട്ട് പറ. അപ്പോഴേക്കും ഇളയച്ചൻ ആ പൈസ ഉറപ്പായിട്ടും തരും. നിന്നൊരു ബുദ്ധിമുട്ടിലാക്കാനായിട്ട് നിൻ്റെ ഇളയച്ചൻ സമ്മതിക്കില്ല. പെട്ടെന്ന് തന്നെ ആവണം, 50 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുക. രേവതിയും ശ്രുതിയൊക്കെ ആകെ പെട്ടുപോയൊരവസ്ഥ നിൽക്കുക. ഏറ്റവും കൂടുതൽ പെട്ടത് നമ്മുടെ ശ്രുതി തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ്. രേവതി പറഞ്ഞതുപോലെ തന്നെ ആ സെറ്റിലൊക്കെ ഇരുന്ന് നല്ലൊരു കോമഡി സിനിമ കാണുക. മിച്ചറും വായിലൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു കോമഡി ഫിലിം തന്നെയാണ് കാണുന്നത്. അപ്പുറത്ത് തന്നെ നമ്മുടെ രവിയും കിടക്കുന്നുണ്ട്, സെറ്റിലിങ്ങനെ കിടക്കുക. അപ്പോൾ ചന്ദ്ര വരികയാണ്. ചന്ദ്ര ഈ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അത് നിങ്ങളുടെ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ഒരു ചിരി കണ്ടില്ലേ? അപ്പോൾ രേവതി ചന്ദ്രയെ കാണുകയാണ്. അമ്മേ, ഇങ്ങ വാ അമ്മേ, ഇത് കണ്ടോ, നല്ല കോമഡി സിനിമയാ. ചിരിച്ച് മണ്ണ് കപ്പി. അമ്മ ഇവിടെ വന്നിരുന്ന് കാണ്, അമ്മയ്ക്ക് സന്തോഷവും. അങ്ങനെ ചന്ദ്രയ്ക്ക് കാലി വന്നിട്ട് ചന്ദ്ര അങ്ങോട്ട് നേരെ തട്ട്, രേവതി എണീക്കടി എന്ന് പറയാണ്. അയ്യോ, എന്താ അമ്മേ, എന്തു പറ്റി? നീ എണീക്കടി, കണ്ടില്ലേ അവള് മിച്ചറും തിന്ന് സിനിമയും കണ്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ആ സിനിമ അങ്ങോട്ട് ഓഫാക്കുകയാണ്. അമ്മ, എന്താ അമ്മേ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേടി? എണീക്കടി അവിടെ നിന്ന്, നിന്നെ ജോലി പോയി നോക്കടി. ഓ അമ്മ, ഞാൻ പൂകെട്ടിയെല്ലാം കഴിഞ്ഞോ അമ്മേ? അത് ശരി. അപ്പോൾ ചന്ദ്ര ജോലിയൊന്നും ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അമ്മേ, ജോലിയൊന്നും ഞാൻ തീർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ അമ്മ എന്നോട് ജോലി ചെയ്യാനായിട്ട് പറഞ്ഞത്? അയ്യോ അമ്മേ, ഞാൻ പൂകെട്ടി എല്ലാം കഴിഞ്ഞു അമ്മേ, അതുകൊണ്ടാണ് ഞാൻ സിനിമയിരുന്ന് കാണുന്നത്. എനിക്ക് മനസ്സിലായി അമ്മക്ക് എന്നോട് അത്രമാത്രം സ്നേഹം ഉണ്ടല്ലേ അമ്മേ. അയ്യടി, അവളോട് സ്നേഹം പോലും. നിന്നോടേ പൂകെട്ടുന്ന ജോലിയല്ലേ ചെയ്യാൻ പറഞ്ഞത്, പൂക്കാരി. അവൾ ഇവിടെ ഇരുന്ന് കാലും കയറ്റിയിരുന്ന് കോമഡി സിനിമ കാണുകയാണ്. നിനക്ക് അടുക്കളയിലെ ജോലി ഇല്ലേന്നാണ് ഞാൻ ചോദിച്ചത്. അമ്മ നമുക്ക് മനസ്സിലായത് ഞാൻ രേവതിയാണ്. അയ്യോ, രേവതിയാന്ന് എനിക്ക് മനസ്സിലായടി. അത്രയ്ക്ക് മറവി സംഭവിക്കാനും ഞാൻ വാർദ്ധക്യത്തിലോട്ട് പോയിട്ടില്ല. മനസ്സിലായോ? നിന്നോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അമ്മ, അടുക്കള ജോലി ചെയ്യുന്നത് ശ്രുതിയല്ലേ? അയ്യോ, ശ്രുതി ഇവിടെ ചെയ്യാനെന്താ, വീട്ടു ജോലിക്കാരിയാണോ എന്ന് പറയാം. അപ്പോഴേക്കും സച്ചി വരികയാണ്. സച്ചി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കാം. രവിയും ചാടി എണീക്കുകയാണ് അവിടെ നിന്ന്. ശ്രുതി എന്താ ഇവിടുത്തെ ജോലിക്കാരിയാണോ? നിന്റെ ജോലികളെല്ലാം ചെയ്തു തരാനായിട്ട് നീ എവിടെയല്ലേ ചെയ്തുകൊണ്ടിരുന്നേച്ചത്? അവള് കാലും കയറ്റിയിരുന്ന സിനിമ കണ്ടോളും.
എന്നിട്ട് ഇവിടെ കിടന്ന് വലിയ മുതലാളി ചമയാണ്. നീ ഇവിടെ കിടന്ന് അങ്ങനെ മുതലാളി ചമയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടുത്തെ ജോലികൾ മുഴുവനും നീയാ ചെല്ലേണ്ടത്. എന്താടി നോക്കി നിൽക്കുന്നത്? കയറി പോയി ജോലി ചെയ്യാൻ നോക്കടി. കറക്റ്റ് സമയത്ത് എല്ലാം റെഡി ആയിക്കോളാം. പറഞ്ഞ മനസ്സിലായല്ലോ? അവൾ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ രേവതിക്ക് കാര്യം മനസ്സിലായി. ചന്ദ്ര പ്ലേറ്റ് തിരിച്ചെന്ന്. അപ്പോഴേക്കും രവി പറയാണ്, ഓന്തിൻ്റെ സ്വഭാവം മാറുന്നത് ഇവളുടെ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മിണ്ടി പോകരുത്. ഓന്തിൻ്റെ സ്വഭാവം മാറുന്നത് പോലെയെന്ന്. ഇവിടെ ജോലിയൊന്നും ചെയ്യാതെ ഇവിടെ ഞെളിഞ്ഞിരിക്കാമെന്നാണ് വിചാരിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ചന്ദ്ര മോളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സച്ചി വന്നിട്ട് രേവതിയോട് പറയണം, രേവതി നിനക്ക് സങ്കടമായോ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ? സങ്കടമൊന്നും ആയില്ല സച്ചിയേട്ടാ. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു ഷോക്കായി പോയായിരുന്നു. കാരണം ശ്രുതിയോടുള്ള അരിശമൊക്കെ മാറിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വന്ന് അമ്മ എന്നോട് പറയുമെന്ന് ഞാൻ ചിന്തിച്ചു പോലുമില്ല. എന്ത് ചെയ്യാനാണ്, അവരുടെ സ്വഭാവം നമുക്കറിയാലോ. ഇതൊക്കെ മാറുമെന്ന് നമുക്കറിയാലോ. അതേ സച്ചേട്ടാ, മാറുമെന്നൊക്കെ എനിക്കറിയാം. അമ്മ വേറൊരു പുറംപോളിശ കാണിച്ചെന്ന് എനിക്കറിയാം. പക്ഷേ ആ കുറച്ച് ദിവസം അമ്മ എന്നോട് സ്നേഹം കാണിച്ചില്ലായിരുന്നോ? അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടും ആസ്വദിച്ചായിരുന്നു സച്ചേട്ടാ. കാരണം ഞാൻ ഈ വീട്ടിലേക്ക് കയറിയിരുന്നപ്പോൾ അമ്മയ്ക്ക് എന്നോടുള്ള സ്വഭാവം എങ്ങനെയായിരുന്നു, അതെല്ലാം മാറി എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കണമെന്നുള്ളൊരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചപ്പോൾ ഞാൻ വല്ലാതെ ആസ്വദിച്ചു സച്ചേട്ടാ. സാരമില്ല, അമ്മ ഇങ്ങനെ മാറുമെന്ന് എനിക്കറിയാം. ഇവിടുത്തെ ജോലികളെല്ലാം ഞാനല്ലേ ചെയ്യേണ്ടത്, പിന്നെ ആരാണ്? അപ്പോഴേക്കും രവി അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് നമ്മുടെ രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ്. മക്കളെ, കിട്ടാത്ത സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ആഗ്രഹിക്കാനായിട്ട് നിൽക്കരുത്. നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ തുടർന്ന് പിന്നീട് നമുക്ക് ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടേണ്ട. എൻ്റെ മക്കളായിട്ട് തന്നെ ജീവിച്ചാൽ മതി. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും പരിഗണിക്കാനും ഒക്കെ ഞാനില്ലേ. പിന്നെ എന്താ കുഴപ്പം? അവൾ തരാത്ത സ്നേഹമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നില്ലേ. പിന്നെ കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. രേവതിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നി. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വരാന്തയിൽ ഇരുന്ന് പത്രം വായിക്കുക. അപ്പോൾ രവി ആണെങ്കിൽ കാറിലൊക്കെ കുറച്ചിങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മുടെ രവി ഈ ഒരു കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ ചന്ദ്ര പതിവില്ലാത്തതൊക്കെ, നല്ല സ്വഭാവമൊക്കെ തുടങ്ങിയ പത്രമൊക്കെ വായിക്കുന്നു? ഞാൻ പത്രമൊക്കെ വായിക്കാറുണ്ട്, നിങ്ങളെപ്പോലെ രാവും പകലും വായിക്കുന്നില്ല എന്ന് മാത്രം. ഞാൻ പത്രമൊക്കെ വായിക്കാം. അപ്പോൾ സച്ചി വന്നിട്ട്, അച്ഛാ പോകണ്ടേ അച്ഛാ? പോകാനോ? എങ്ങോട്ട് പോകാനായിട്ട് അച്ഛാ? അതോടൊപ്പം മറന്നുപോയ അച്ഛാ, അച്ഛനല്ലേ ഷോറൂമിൻ്റെ ഓണർ, ആ ഷോറൂമിലേക്ക് പോകണ്ടേ, അവിടെ പോയി ഇരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവിടെ സച്ചി, ഞാൻ ഷോറൂമിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ അവിടെ പോയി ഇരിക്കുന്നില്ല അച്ഛാ. ഇത് വെറുതെയാണ് അച്ഛാ, അവിടെ പോയിരുന്നില്ലെങ്കിൽ ആകെ പ്രശ്നവും. അച്ഛന് പിന്നെ വലിയ തട്ടിപ്പ് തന്നെ സംഭവിക്കേണ്ടി വരും. അയാളെ ഓർക്കുന്നില്ലേ, 30 ലക്ഷം രൂപ തട്ടിയെടുത്ത ആള്? അതേപോലെ തന്നെ ആയിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. സുധി അവിടെ പറ്റിക്കപ്പെടും. അതേപോലെ തന്നെ സുധി അച്ഛനെയും ഇനി പറ്റിക്കും. ഒരു പ്രാവശ്യം തട്ടിപ്പ് സംഭവിച്ചാണ്, ഇനിയും അതിൻ്റെ മേലെ ചെന്ന് ചാടണം അച്ഛാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയെ ഒന്ന് ഞെട്ടി നിൽക്കാം. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.